നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LGS മാരത്തോൺ ഡേ 12 ആണ്. അതിൽ തന്നെ ഇന്ത്യൻ ഭരണഘടന പാർട്ട് 1 ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഒത്തിരി സുഹൃത്തുക്കൾ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു നല്ല ദിവസം നേരുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗം 2 ആണ്. മറക്കരുത്. ഇന്ത്യയിലെ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം എന്ന് ചോദിച്ചാൽ എത്രയാ സുഹൃത്തുക്കളെ? ഭാഗം 2 ആണ്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വമാണ് ഏക പൗരത്വം. 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം എന്താണ്? ഏക പൗരത്വമാണ്. എന്ത് പൗരത്വമാണ്? ഏക പൗരത്വം. ഭരണഘടനയിൽ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 5 മുതൽ 11 വരെ. എത്ര മുതൽ എത്ര വരെയാണ്? 5 വകുപ്പ് മുതൽ 11 വകുപ്പ് വരെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെ കുറിച്ച് എന്ത് ചെയ്യുന്നത്? പ്രതിപാദിക്കുന്നത്. ഒന്നുകൂടി പറയാം. പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ചോദിച്ചു കഴിഞ്ഞാലാണ് 2. ഇന്ത്യൻ ഭരണഘടനയെ വിഭാവനം ചെയ്യുന്ന പൗരത്വം ചോദിച്ചു കഴിഞ്ഞാൽ ഏക പൗരത്വം. ഭരണഘടനയിൽ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അത് 5 മുതൽ 11 വരെ. പൗരത്വ നിയമം പാസാക്കിയ വർഷം 1955. പൗരത്വ നിയമം പാസാക്കിയ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1955-ലാണ്. എത്രയാ സുഹൃത്തുക്കളെ? 1955. ഇരട്ട പൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ച കമ്മിറ്റിയാണ് LM സിഗ്വി കമ്മിറ്റി. ഇരട്ട പൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ച കമ്മിറ്റി എന്ന് ചോദിച്ചാല് LM സിഗ്വി കമ്മിറ്റിയാണ്. ഇതും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒന്നുകൂടി പറയുന്നു. ഇരട്ട പൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ച കമ്മിറ്റി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് LM സിഗ്വി കമ്മിറ്റിയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഒരു വ്യക്തിക്ക് 5 രീതിയിൽ ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നു. എങ്ങനെയാ പറഞ്ഞത്? ഒരു വ്യക്തിക്ക് 5 രീതിയിൽ ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നു. ഒന്നുകൂടി പറയുവാണ്. ഒരു വ്യക്തിക്ക് 5 രീതിയിൽ ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നു. അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ആ പോയിന്റിന്. ഏതൊക്കെയാണ് 5 രീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജന്മസിദ്ധമായി ലഭിക്കുന്ന പൗരത്വം, അല്ലെങ്കിൽ ബൈ ബർത്ത് എന്ന് പറയും. അതായത് ജനനത്തോടു കൂടി നമുക്ക് ലഭിക്കുന്ന പൗരത്വം. നമ്മളിപ്പോ ഇന്ത്യയിലാണ് ജനിക്കുന്നത്, നമുക്ക് എന്താണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വം നമുക്ക് ലഭിക്കാനുള്ള അവകാശമുണ്ട്. രണ്ടാമത്തെ പോയിന്റ് ആണ് പിന്തുടർച്ച വഴിയുള്ള പൗരത്വം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു തലമുറ ഇന്ത്യക്ക് പുറത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ട് അവിടെ സെറ്റിൽ ആവുകയാണെന്ന് കരുതുക, അല്ലെങ്കിൽ അവിടുത്തെ പൗരത്വം എടുക്കുകയാണെന്ന് കരുതുക. അവർ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും? മറ്റുള്ളവരെക്കാളും പെട്ടെന്ന് പൗരത്വം ലഭിക്കുവാൻ കഴിയും. കാരണം നമ്മൾ എന്താണ്? ഇന്ത്യൻ പൗരനായതുകൊണ്ട്. ആ പോയിന്റ് സുഹൃത്തുക്കൾ എന്ത് ചെയ്യുക? ഓർക്കുക. രജിസ്ട്രേഷൻ മുഖാന്തരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യയുടെ പൗരത്വം നേടാൻ കഴിയും. ചിരകാല അധിവാസം മുഖേന ഒരുപാട് വർഷക്കാലം ഇന്ത്യയിൽ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കും? ഇന്ത്യൻ പൗരത്വം ലഭിക്കാം. ഒരുപാട് നാൾ ഇന്ത്യയിൽ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കും? ഇന്ത്യൻ പൗരത്വം ലഭിക്കും. അതാണ് ചിരകാല അധിവാസം മുഖേന എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രാദേശിക സംയോജനം മൂലം, എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു പ്രദേശത്തിനെ കൂട്ടിച്ചേർക്കുകയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കൂട്ടിച്ചേർക്കപ്പെട്ട പ്രദേശത്തുള്ള വ്യക്തികൾക്ക് ഇന്ത്യയുടെ പൗരത്വം ലഭിക്കും. അതാണ് പ്രാദേശിക സംയോജനം മൂലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സുഹൃത്തുക്കളെ മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഒന്നുകൂടി പറയാം. പ്രധാനമായും 5 രീതിയിലാണ് ഇന്ത്യയിൽ നിന്ന് പൗരത്വം ലഭിക്കുന്നത്. ഏതൊക്കെയാണ്? ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ മുഖാന്തരം, ചിരകാല അധിവാസം മുഖേന, പ്രാദേശിക സംയോജനം മൂലം. ഇങ്ങനെയുള്ള 5 രീതിയിൽ പൗരത്വം എന്ത് ചെയ്യുന്നു? ലഭിക്കുന്നു. ഇനി ഇത് 5 എണ്ണവും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് പഠിക്കാൻ ഒരു സിമ്പിൾ കോഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. തീരദേശത്തെ ജന്മിയുടെ പിന്നെ രാജിക്ക് ലഭിച്ചു എന്നങ്ങ് പഠിക്കുക. എന്താ പറഞ്ഞത് കോഡ്? തീരദേശത്തെ ജന്മിയുടെ പിന്നെ രാജിക്ക് ലഭിച്ചു എന്നങ്ങ് പഠിക്കുക. ഇതിൽ ചീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിരകാലവാസം, ദേശത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാദേശിക സംയോജനം. അപ്പൊ പ്രാദേശിക സംയോജനത്തെ എന്താ ഉദ്ദേശിക്കുന്നത്? ദേശത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാദേശിക സംയോജനമാണ്, അല്ലെങ്കിൽ 2 ദേശങ്ങളുടെ സംയോജനം എന്ന് നമുക്ക് പറയാം. ജന്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മസിദ്ധമായി ലഭിക്കുന്നു. ജന്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മസിദ്ധമായി ലഭിക്കുന്നു. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്തുടർച്ച വഴിയുള്ള പൗരത്വം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്തുടർച്ച വഴിയുള്ള പൗരത്വം. അതുപോലെ രാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം. രാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം. ഒന്നുകൂടി പറയുവാണേ. തീരദേശത്തെ ജന്മിയുടെ പിന്നെ രാജിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൗരത്വം ലഭിക്കുന്ന രീതികളാണ് പറയുന്നത്. ചീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരകാലവാസം,
ദേശത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാദേശിക സംയോജനം അല്ലെങ്കിൽ രണ്ട് ദേശങ്ങളുടെ സംയോജനം എന്ന് നമുക്ക് പറയാം. ജമ്മിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മസിദ്ധമായി എന്ന് ഉദ്ദേശിക്കുന്നു. അതുപോലെ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്തുടർച്ച വഴിയുള്ള പൗരത്വം. അതുപോലെ രാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം, രാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം. ഈ ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു മാർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് ഇന്ത്യയുടെ പൗരത്വം നഷ്ടപ്പെടുന്ന രീതികൾ ഏതൊക്കെയാണെന്ന്. പ്രധാനമായും 3 രീതിയിലാണ് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്നത്. എത്ര രീതിയിലാണ് സുഹൃത്തുക്കളെ? 3 രീതിയിലാണ് പ്രധാനമായും ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്നത്. ഏതൊക്കെയാണ് ആ രീതിയിൽ? ഒന്നാമത്തെ രീതി, പരിത്യാഗം ചെയ്യുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇന്ത്യയുടെ പൗരത്വം വേണ്ട എന്നൊരു വ്യക്തി പറഞ്ഞുകൊണ്ട് ആ വ്യക്തി പരിത്യാഗം ചെയ്യുന്നു, അല്ലെങ്കിൽ അയാൾ സ്വമേധയാ തന്നെ ഇന്ത്യൻ പൗരത്വം നഷ്ടമാക്കുന്നു. അത് ഒന്നാമത്തെ രീതി. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇന്ത്യയുടെ പൗരത്വം എന്ത് ചെയ്യാം? നഷ്ടപ്പെടുത്താം. നമുക്ക് ഇന്ത്യയുടെ പൗരത്വം വേണ്ട എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? പരിത്യാഗം ചെയ്യാം. രണ്ടാമത്തതാണ് പൗരത്വം നിർത്തലാക്കൽ. പൗരത്വം നിർത്തലാക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ പുറത്തേതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ട് ആ രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്യും? നമ്മുടെ ഇന്ത്യയുടെ പൗരത്വം നിർത്തലാക്കും. ഇതിനെയാണ് നിർത്തലാക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പൗരത്വ അപഹരണം എന്തെന്ന് ചോദിച്ചാൽ, പൗരത്വ അപഹരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഫ്രോഡ് രീതിയിലൂടെ നമ്മൾ ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്കോ ഇന്ത്യക്കെതിരെയോ നമ്മൾ ഭീഷണിയാവുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്ത് ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്യുന്നതാണ് പൗരത്വ അപഹരണം എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് പൗരത്വം ലഭിക്കുന്നതിലൂടെ ഇന്ത്യൻ പൗരന് ലഭ്യമാകുന്ന അവകാശങ്ങളെ പറ്റിയാണ്. ഇപ്പോ PSC പുതിയ ട്രെൻഡ് എന്നുള്ള രീതിയിൽ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കുക. പൗരത്വം ലഭിക്കുന്നതിലൂടെ ഇന്ത്യൻ പൗരന് ലഭ്യമാകുന്ന അവകാശങ്ങൾ. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. വോട്ട് ചെയ്യുവാനുള്ള അവകാശം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള അവകാശം, സംഘടന രൂപീകരിക്കുവാനുള്ള അവകാശം, ഗവൺമെന്റിനെ വിമർശിക്കുവാനുള്ള അവകാശം. അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോളേ. ഗവൺമെന്റിനെ വിമർശിക്കുവാനുള്ള അവകാശം, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുവാനുള്ള അവകാശം. ഇത് രണ്ടും അണ്ടർലൈൻ ചെയ്ത് തന്നെ സുഹൃത്തുക്കൾ പഠിക്കുക. വോട്ട് ചെയ്യുവാനുള്ള അവകാശം. പൗരത്വം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ എന്ത് ചെയ്യാൻ പറ്റും? വോട്ട് ചെയ്യാൻ പറ്റും. എന്താണ്? ഒരു തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം നമുക്ക് ഓട്ടോമാറ്റിക്കലി ലഭിക്കുന്നു. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം നമുക്ക് ലഭിക്കുന്നു. സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം നമുക്ക് ലഭിക്കുന്നു. ഗവൺമെന്റിനെതിരെ വിമർശിക്കുവാനുള്ള അവകാശം മാത്രമേ നമുക്കുള്ളൂ. അല്ലാതെ ഇന്ത്യൻ ഭരണഘടനയോ ഇന്ത്യക്കെതിരെയോ വിമർശിക്കുവാനുള്ള അവകാശം നമുക്കില്ല. ഭരിക്കുന്ന ഗവൺമെന്റിനെതിരെ മാത്രമേ നമുക്ക് വിമർശിക്കാനുള്ള അവകാശമുള്ളൂ. അല്ലാതെ ഇന്ത്യൻ ഭരണഘടനയെ വിമർശിക്കുവാനുള്ള അവകാശം നമുക്കില്ല. സുഹൃത്തുക്കൾ അത് പഠിക്കുക. കൺഫ്യൂഷൻ ആവരുത്. ഗവൺമെന്റിനെ വിമർശിക്കുവാനുള്ള അവകാശം മാത്രമേ നമുക്കുള്ളൂ. ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുവാനുള്ള അവകാശം. അവസാനമായി പറഞ്ഞ അവകാശം എന്താണ്? ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുവാനുള്ള അവകാശങ്ങൾ. ഇത്രയും അവകാശങ്ങളാണ് പ്രധാനമായിട്ടും ഒരു ഇന്ത്യൻ പൗരന് ലഭ്യമാകുന്നത്. അത് സുഹൃത്തുക്കൾ എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചിരിക്കുക. ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിക്കുന്നത് വഴി വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്ന രീതിയാണ് രജിസ്ട്രേഷൻ. ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിക്കുന്നത് വഴി വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് രജിസ്ട്രേഷൻ. പൗരന് ജന്മനാ ലഭിക്കുന്ന പൗരത്വം അറിയപ്പെടുന്ന പേരാണ് സ്വാഭാവിക പൗരത്വം. എന്താ സുഹൃത്തുക്കളെ? സ്വാഭാവിക പൗരത്വം. പൗരന് ജന്മനാ ലഭിക്കുന്ന പൗരത്വം അറിയപ്പെടുന്ന പേരാണ് സ്വാഭാവിക പൗരത്വം. ഒരു രാജ്യത്തെ നിയമ നടപടികൾ പാലിച്ചുകൊണ്ട് വ്യക്തി നേടിയെടുക്കുന്ന പൗരത്വം അറിയപ്പെടുന്ന പേരാണ് ആർജിത പൗരത്വം. അത് ഇമ്പോർട്ടന്റ് ആണ്. അതും രജിസ്ട്രേഷനും തമ്മിൽ തിരിഞ്ഞു പോവല്ലേ. ഒരു രാജ്യത്തെ നിയമ നടപടികൾ പാലിച്ചുകൊണ്ട് ഒരു വ്യക്തി നേടിയെടുക്കുന്ന പൗരത്വമാണെങ്കിൽ അത് ആർജിത പൗരത്വം. അതേതാണ്? ആർജിത പൗരത്വം. എന്നാൽ ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിച്ചുകൊണ്ട് വിദേശ വ്യക്തികൾ ഇന്ത്യയുടെ പൗരത്വം ലഭിക്കുന്ന രീതിയാണ് രജിസ്ട്രേഷൻ. ചിരകാല അധിവാസം മുഖേനയാണ് മദർ തെരേസയ്ക്കും അതുപോലെ ലാറി ബേക്കറിനും ഇന്ത്യൻ പൗരത്വം ലഭിച്ചത്. ചിരകാല അധിവാസം മുഖേന മദർ തെരേസയ്ക്കും ലാറി ബേക്കറിനും ഇന്ത്യൻ പൗരത്വം ലഭിച്ചിരുന്നു. ഇവർ രണ്ടുപേരെയും PSC 100-ൽ കൂടുതൽ തവണ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്ന മദർ തെരേസയും അതുപോലെ തന്നെയാണ് വാസ്തുവിദ്യ ഗാന്ധി എന്നറിയപ്പെടുന്ന ലാറി ബേക്കറിനും ചിരകാല അധിവാസം മുഖേന ഇന്ത്യൻ പൗരത്വം ലഭിച്ചു. അത് സുഹൃത്തുക്കൾ മറക്കരുത്. ഇനി നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട പോയിന്റ് ആണ് പൗരത്വ ഭേദഗതി നിയമം 2019. പൗരത്വ ഭേദഗതി നിയമം 2019 ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ സുഹൃത്തുക്കൾ പഠിക്കുക. ഇന്ത്യൻ പൗരത്വം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. പഠിച്ചു വെച്ചോളണേ. ഒരു തവണയല്ല. മിക്ക സുഹൃത്തുക്കളും തെറ്റിക്കുന്ന പോയിന്റ് ആണ്. ഇന്ത്യൻ പൗരത്വം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അത് 6 തവണ.
ഇന്ത്യയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അത് ഒരു തവണ. ഇന്ത്യയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തവണ. ഇന്ത്യയുടെ പൗരത്വം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അത് 6 തവണ. ഇന്ത്യൻ പൗരത്വം ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം 1986. ഇന്ത്യൻ പൗരത്വം ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം എത്രയാ സുഹൃത്തുക്കളെ? 1986. പൗരത്വ ഭേദഗതി ബിൽ ലോകസഭ പാസാക്കിയത് എപ്പോഴത്തെയാ? 2019 കേട്ടോ പറയുന്നത്. പൗരത്വ ഭേദഗതി ബില്ല് ലോകസഭ പാസാക്കിയത് 2019 ഡിസംബർ 9. അപ്പൊ പൗരത്വ ഭേദഗതി ബില്ല് ലോകസഭയിൽ ആദ്യം വെച്ചു. അത് പാസാക്കിയ വർഷം 2019 ഡിസംബർ 9. പൗരത്വ ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കിയത് 2019 ഡിസംബർ 11. പൗരത്വ ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കിയ വർഷം ചോദിച്ചാൽ 2019 ഡിസംബർ മാസം 11. പൗരത്വ ഭേദഗതി ബില്ല് പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2019 ഡിസംബർ മാസം 12 പിറ്റേ ദിവസം കേട്ടോ. പൗരത്വ ഭേദഗതി ബില്ല് പ്രസിഡന്റ് ഒപ്പുവെച്ചത് എപ്പോഴെന്ന് ചോദിച്ചാൽ രാജ്യസഭ പാസാക്കി പിറ്റേ ദിവസം 2019 ഡിസംബർ മാസം 12 പൗരത്വ ഭേദഗതി ബില്ല് പ്രാബല്യത്തിൽ വന്നതെന്ന് ചോദിച്ചാൽ 2020 ജനുവരി 10. ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കേണ്ട പോയിന്റ് ആണ്. പൗരത്വ ഭേദഗതി ബില്ല് പ്രാബല്യത്തിൽ വന്നത് എത്രയെന്ന് ചോദിച്ചാൽ 2020 ജനുവരി മാസം 10. 2020 മുതലുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ PSC എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് പഠിച്ചേ പറ്റോ. പൗരത്വ ഭേദഗതി ബിൽ ലോകസഭ പാസാക്കിയത് 2019 ഡിസംബർ 9. പൗരത്വ ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കിയത് 2019 ഡിസംബർ 11. പൗരത്വ ഭേദഗതി ബില്ല് പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2019 ഡിസംബർ 12. പൗരത്വ ഭേദഗതി ബിൽ 2019 നിലവിൽ വന്നത് 2020 ജനുവരി 10. ആദ്യത്തെ 3 2019 ഡിസംബറിലെ 9, 11, 12 തീയതികളിൽ നടന്നു. പൗരത്വ ഭേദഗതി ബില്ല് പ്രാബല്യത്തിൽ വന്നതെന്ന് ചോദിച്ചാൽ 2020 ജനുവരി 10. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. ഏത് പൗരത്വ ഭേദഗതിയാ? 2019 പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ഗോവയാണ്. ഒന്നുകൂടി പറയുവാണേ, 2019 പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. 2019 പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. നേരത്തെ അനുകൂലിച്ചു, ഇതെന്ത് ചെയ്യുന്നു? പ്രതികൂലിച്ചു കേരളം. അപ്പോ 2019 പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. നിയമത്തിന് എതിരെയാണ് കേരളം നിന്നത്. നിയമത്തിനൊപ്പം അനുകൂലിച്ച് ആര് നിന്നു? ഗോവയിൽ നിന്നു. കൺഫ്യൂഷൻ വേണ്ട. 2019 പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ഗോവയും, പൗരത്വ ഭേദഗതി ബില്ല് 2019 പ്രതികൂലിച്ചതാരെന്ന് ചോദിച്ചാൽ അത് കേരളവുമാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യത്തെ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യത്തെ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം എന്ന് ചോദിച്ചാൽ മറക്കരുത്, പുതുച്ചേരി അല്ലെങ്കിൽ പണ്ടത്തെ പോണ്ടിച്ചേരിയാണ്. മൗലിക അവകാശങ്ങൾ ഏറ്റവും കൂടുതൽ PSC ചോദിക്കുന്നത് മൗലിക അവകാശങ്ങളിൽ നിന്നുമാണ്. ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കുക. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേല്. ഓപ്ഷനിൽ ഉറപ്പായിട്ടും ഡോക്ടർ BR അംബേദ്കറും അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവും കാണും. എന്നൊക്കെ മൗലിക അവകാശങ്ങൾ ചോദിച്ചുകൊണ്ടാ ഇവർ രണ്ടുപേരും ഓപ്ഷനിൽ ഇട്ട് തരും. അപ്പോ സുഹൃത്തുക്കൾ ഒരു കാരണവശാലും കൺഫ്യൂഷൻ ആവരുത്. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലിക അവകാശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗം 3 100ൽ കൂടുതൽ തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. മൗലിക അവകാശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗം ചോദിച്ചാൽ ഭാഗം 3. എത്രയാ സുഹൃത്തുക്കളെ? ഭാഗം 3. മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെ. മറക്കരുത്, മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെ. മൗലിക അവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നതും അമേരിക്കയിൽ നിന്ന് തന്നെയാണ്. മൗലിക അവകാശങ്ങൾ എന്നുള്ള ആശയം കടമെടുത്തിരിക്കുന്നതും എവിടെ നിന്നാണ് സുഹൃത്തുക്കളെ? അമേരിക്കയിൽ നിന്ന് തന്നെയാണ്. ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നിങ്ങനെ വിശേഷണമുള്ളത് ഭരണഘടനാ ഭാഗം എന്ന് ചോദിച്ചാൽ മൗലിക അവകാശങ്ങളാണ്. എന്തൊക്കെയാ അവനെ വിളിക്കുന്ന പേര്?
ഭരണഘടനയുടെ ആണിക്കല്ലെന്നും ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നും സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നിങ്ങനെ വിശേഷണമുള്ള ഭരണഘടന ഭാഗം എന്ന് ചോദിച്ചാൽ അത് മൗലിക അവകാശമാണ്. കൺഫ്യൂഷൻ വേണ്ട, ഒന്നുകൂടി പറയാണ്, ആണിക്കല്ല്, മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നിങ്ങനെ വിശേഷണമുള്ളത് മൗലിക അവകാശത്തിനാണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി. ചില ക്വസ്റ്റ്യൻസിൽ PSC ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്, ചില ക്വസ്റ്റ്യൻസിൽ PSC സുപ്രീം കോടതിയും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും നമ്മൾ പഠിക്കുക. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഹൈക്കോടതിയും അതുപോലെ തന്നെ സുപ്രീം കോടതിയുമാണ്. പ്രധാനപ്പെട്ട മൗലിക അവകാശങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 6 എണ്ണം 100-ൽ കൂടുതൽ തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. പ്രധാനപ്പെട്ട മൗലിക അവകാശങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 6 എണ്ണമാണ്. പ്രധാനപ്പെട്ട മൗലിക അവകാശങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 6 എണ്ണമാണ്. അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി പഠിക്കേണ്ടതാണ് സമത്വത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. സമത്വത്തിനുള്ള അവകാശം ഏത് മുതൽ ഏത് വരെയാ സുഹൃത്തുക്കളെ? ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. ഇമ്പോർട്ടന്റ് പോയിന്റ്, 100-ൽ കൂടുതൽ തവണ PSC ചോദിച്ച ചോദ്യമാണ്, പഠിക്കുക. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എത്രയാണ്? ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ. ചൂഷണത്തിനെതിരെയുള്ള അവകാശം എത്ര മുതൽ എത്ര വരെയാണ്? ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം ആർട്ടിക്കിൾ 29 മുതൽ 30 വരെയാണ്. ഇത് കഴിഞ്ഞ LD ലെവൽ ചോദിച്ചിരുന്ന ചോദ്യമാണ്, അതുപോലെ തന്നെ കഴിഞ്ഞ പ്രിലിംസിനും ചോദിച്ചിരുന്നു. അതുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കുക. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ. ഭരണഘടന പ്രതിവിധിക്കുള്ള ആർട്ടിക്കിൾ 32 മുതൽ 35 വരെ. ഭരണഘടന പ്രതിവിധിക്കുള്ള ആർട്ടിക്കിളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ 32 മുതൽ 35 വരെയാണ്. ഒന്നുകൂടി പറയുവാണ്, സമത്വത്തിനുള്ള അവകാശം ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ. ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32 മുതൽ 35 വരെ. അടിയന്തരാവസ്ഥ കാലത്ത് നിലനിൽക്കുന്ന മൗലിക അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 20-ഉം 21-ഉം. 100-ൽ കൂടുതൽ തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. അടിയന്തരാവസ്ഥ കാലത്ത് നിലനിൽക്കുന്ന മൗലിക അവകാശങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 20-ഉം ആർട്ടിക്കിൾ 21-ഉമാണ്. 1978-ലെ 44-ാം ഭേദഗതി പ്രകാരമാണ് ഇത് നിലവിൽ വന്നത്. അപ്പോൾ അതിനു മുമ്പ് വരെ അടിയന്തരാവസ്ഥ കാലത്ത് നമ്മുടെ എല്ലാ മൗലിക അവകാശങ്ങളും തടയപ്പെട്ടിരുന്നു. എന്നാൽ 1978-ലെ 44-ാം ഭേദഗതി പ്രകാരം അടിയന്തരാവസ്ഥ കാലത്ത് നിലനിൽക്കുന്ന മൗലിക അവകാശങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർട്ടിക്കിൾ 20-ഉം അതിനോടൊപ്പം തന്നെ ആർട്ടിക്കിൾ 21-ഉമാണ്. സ്ഥിരം PSCയുടെ ചോദ്യം ആർട്ടിക്കിൾ 21-ആണ് ഉത്തരമായി വരുന്നത്. അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് സുഹൃത്തുക്കൾ പഠിക്കുക. ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം 7 ആണ്. ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാ സുഹൃത്തുക്കളെ? 7 ആയിരുന്നു. നിലവിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം 6 ആണ്. നിലവിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 6 ആണ്. എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന പോയിന്റ്, 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. മൗലിക അവകാശങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ടതും എന്നാൽ ഇപ്പോൾ നിയമപരമായ അവകാശമായി മാത്രം ഒതുങ്ങിയതുമാണ് സ്വത്തവകാശം. ഏറ്റവും കൂടുതൽ PSC ചോദിച്ച ചോദ്യമാണ്. ഇതും 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ചിട്ടുണ്ട്. മൗലിക അവകാശങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ടതും ഇപ്പോൾ നിയമപരമായ അവകാശം മാത്രമായി നിൽക്കുന്നതും എന്ന് ചോദിച്ചാൽ അത് സ്വത്തവകാശമാണ്. സ്വത്തവകാശം ഇപ്പോൾ 300A-ൽ ഭാഗം 12-ൽ ചേർക്കപ്പെട്ടിരിക്കുന്നു. ഇത് പഠിച്ചു വെച്ചോളെ, ഇമ്പോർട്ടന്റ് ആണ്. സ്വത്തവകാശം ഇപ്പോൾ എവിടെയാ കിടക്കുന്ന സുഹൃത്തുക്കളെ? ഇന്ത്യൻ ഭരണഘടനയിൽ 300A-യിലാണ് കിടക്കുന്നത്. ഭാഗം എത്രയാണ്? 12 ആണ്. അനുച്ഛേദം 300A ആണ്. സ്വത്തവകാശം ഭരണഘടന പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 31-ലായിരുന്നു പ്രതിപാദിച്ചിരുന്നത്. അതായത് പണ്ട് കാലത്ത് ഈ സ്വത്തവകാശത്തിനെ ആദ്യം എവിടെയാണ് ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മൗലിക അവകാശത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. അത് ആർട്ടിക്കിൾ 31-ന്റെ ഭാഗമാക്കിയായിരുന്നു എന്ത് ചെയ്തിരുന്നത്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അവൻ എവിടെ കിടക്കുവാണ്? 300A-യില്
ഭാഗം 12-നകത്താണ് എന്ത് ചെയ്യുന്നത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്വത്തവകാശം മൗലിക അവകാശത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട വർഷം 1978. ഓൾറെഡി നമ്മൾ പറഞ്ഞു 44ാം ഭേദഗതി പ്രകാരം നമ്മൾ ഓൾറെഡി പറഞ്ഞു. സ്വത്തവകാശം നീക്കം ചെയ്യപ്പെട്ടപ്പോഴുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. സ്വത്തവകാശം മൗലിക അവകാശത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടപ്പോഴുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ്. പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നീലം സഞ്ജീവ റെഡ്ഡിയാണ്. പ്രസിഡന്റ് ആരായിരുന്നു സുഹൃത്തുക്കളെ? അത് നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു. സ്വത്തവകാശത്തെ നമ്മളെടുത്ത് മാറ്റിയപ്പോഴേക്കും പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് മൊറാർജി ദേശായി ആയിരുന്നു. അതുപോലെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ നീലം സഞ്ജീവ റെഡ്ഡിയാണ്. മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം കറാച്ചി സമ്മേളനം വർഷം 1931. മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ചോദിച്ചു കഴിഞ്ഞാൽ കറാച്ചി സമ്മേളനം വർഷം 1931. മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് അറിയപ്പെടുന്ന പേരാണ് റിട്ട്. മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ അറിയപ്പെടുന്ന പേരാണ് റിട്ട്. നിയമത്തിന്റെ മുൻപിൽ എല്ലാവരും തുല്യരാണ് ആർട്ടിക്കിൾ 14. ഇനി പ്രധാനപ്പെട്ട ആർട്ടിക്കിളിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. നിയമത്തിന്റെ മുൻപിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 14. മതം, ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരാളോട് വിവേചനം പാടില്ല എന്നുള്ള ആർട്ടിക്കിൾ 15 ആണ്. ആർട്ടിക്കിൾ എത്രയാ പറഞ്ഞിരിക്കുന്നത്? 15 ആണ്. എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന പോയിന്റ്. മതം, ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരാളോട് വിവേചനം പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ 15 ആണ്. അവസര സമത്വം ഉറപ്പാക്കൽ ആർട്ടിക്കിൾ 16 ആണ്. എല്ലാ മേഖലയിലും അവസര സമത്വം ഉറപ്പാക്കുന്ന ആർട്ടിക്കിൾ 16 ആണ്. അയിത്ത നിർമ്മാർജ്ജനം ആർട്ടിക്കിൾ 17. അയിത്ത നിർമ്മാർജ്ജനം ആർട്ടിക്കിൾ എത്രയാണ്? 17 ആണ്. അല്ലെങ്കിൽ അവനെ അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്, ഇപ്പോ PSC അതാണ് ചോദിക്കുന്നത്, അസ്പർശ്യതാ നിരോധന നിയമം. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അസ്പർശ്യതാ നിരോധന നിയമം എന്നറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 17. മഹാത്മാഗാന്ധി കീജെ എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസാക്കിയ ആർട്ടിക്കിൾ 17 ആണ്. മഹാത്മാഗാന്ധി കീജെ എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസാക്കിയ ആർട്ടിക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 17 ആണ്. ആർട്ടിക്കിൾ 17ന്റെ പുതിയ പേര്, നേരത്തെ നമ്മൾ പറഞ്ഞത് PSC ചോദിക്കുന്ന പേരാണ്. ഇപ്പോൾ പറയുന്നത് ആർട്ടിക്കിൾ 17ന്റെ പുതിയ പേരെന്ന് ചോദിച്ചാൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ സിവിൽ റൈറ്റ്സ് ആക്ട്. മറക്കരുത്, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 17 ആണ്. ബഹുമതികൾ നിർത്തലാക്കൽ ആർട്ടിക്കിൾ 18. ബഹുമതികൾ നിർത്തലാക്കൽ ആർട്ടിക്കിൾ എത്രയാണ്? 18 ആണ്. ഇനി നമ്മൾ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു കോഡിലേക്കാണ്. കോഡ് എന്നുള്ളത് സുഹൃത്തുക്കൾ നോക്കി വെച്ചേക്കുക. ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 18 വരെ നമുക്ക് ഇനി പച്ചവെള്ളം പോലെ അങ്ങ് പഠിക്കാം. അതിനു വേണ്ടിയിട്ടുള്ള കോഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. TVA IBയിൽ ചേർന്നു എന്നങ്ങ് പഠിച്ചു വയ്ക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ സുഹൃത്തുക്കളെ. എന്താണ് TVA എവിടെ ചേർന്നു? IBയിൽ എന്ത് ചെയ്തു? ചേർന്നു. എന്നിട്ട് എന്ത് ചെയ്യുക? 14, 15, 16, 17, 18 എന്ന് നേരെ താഴെയായിട്ട് എന്ത് ചെയ്യുക? എഴുതുക. നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് പോലെ 14 മുതൽ ആർട്ടിക്കിൾ 18 വരെയുള്ള മുഴുവനും നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യരാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലെ തുല്യരാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ആർട്ടിക്കിൾ 14. അപ്പൊ Tയുടെ താഴെ വന്നേക്കുന്നത് 14 ആണ്. അപ്പൊ T എന്ന് പറഞ്ഞാൽ തുല്യരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 14. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേചനം പാടില്ല ആർട്ടിക്കിൾ 15. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേചനം പാടില്ല ആർട്ടിക്കിൾ എത്രയാണ്? 15 ആണ്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസര സമത്വം ആർട്ടിക്കിൾ 16 ആണ്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? മലയാളത്തിൽ തന്നെ ചിന്തിച്ചോളേ, അവസര സമത്വം ആർട്ടിക്കിൾ 16. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസര സമത്വം ആർട്ടിക്കിൾ 16. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയിത്ത നിർമ്മാർജ്ജനം ആർട്ടിക്കിൾ 17. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അയിത്ത നിർമ്മാർജ്ജനം ആർട്ടിക്കിൾ 17. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമതികൾ നിർത്തലാക്കൽ ആർട്ടിക്കിൾ 18. ഒന്നുകൂടി പറയാം, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമതികൾ നിർത്തലാക്കൽ ആർട്ടിക്കിൾ 18. മലയാളത്തിൽ സുഹൃത്തുക്കൾ ആലോചിക്കണേ. TVA IBയിൽ ചേർന്നു എന്ന് എഴുതുക. Tക്ക് താഴെ 14, Vക്ക് താഴെ 15, Aക്ക് താഴെ 16, Iക്ക് താഴെ 17, അതുപോലെ Bക്ക് താഴെ 18 എന്ന് എഴുതുക. അല്ലെങ്കിൽ എന്താണ്? TVA IB എന്ന് എഴുതിയിട്ട് 14, 15, 16, 17, 18 എന്ന് എഴുതുക. ഈ കോഡിൽ നിന്ന് തന്നെ നമുക്ക് 14 മുതൽ 18 വരെയുള്ള എല്ലാ ആർട്ടിക്കിളും നമുക്ക് ലഭിക്കും. T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തുല്യരാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ആർട്ടിക്കിൾ 14 ആണത്. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേചനം പാടില്ല ആർട്ടിക്കിൾ 15. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസര സമത്വം ആർട്ടിക്കിൾ 16. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയിത്ത നിർമ്മാർജ്ജനം ആർട്ടിക്കിൾ 17. അതുപോലെ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമതി നിർത്തലാക്കൽ ആർട്ടിക്കിൾ 18. ഇത്രയും നേരം ഈ വീഡിയോ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണിനുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിൽ എത്തുന്നതാണ്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു.